അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മുഹറത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള ഒരു കഥയെക്കുറിച്ചാണ്. ഈ ഒരു കഥ നിങ്ങൾ മുഴുവനായിട്ട് കേൾക്കുക. എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ ഒരു ദിക്ർ നിങ്ങളുടെ കൂടെ കൊണ്ടുപോയാൽ ഈ ഒരു മാസത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രയാസം അള്ളാഹു മാറ്റിത്തരും. പ്രവാചകൻ യൂനുസ് നബിയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. യൂനുസ് നബി ഒരു രാജ്യത്ത് നിന്ന് നബിയെ അനുസരിക്കാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ആരും നബിയെ അനുസരിക്കാണ്ട് നിന്നപ്പോൾ ആ ഒരു യൂനുസ് നബി ആ രാജ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ആ യൂനുസ് നബി ഒരു കപ്പലിൽ യാത്ര ചെയ്തു. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിന് ഭയങ്കര ഇളക്കം. അപ്പോൾ അതിലുള്ള എല്ലാവരും വിചാരിച്ചു ആ ഒരു കപ്പലിൽ ചരക്ക് ഒരുപാട് അധികമായത് കൊണ്ടാണ് ഈ ഒരു കപ്പലിന് ഭയങ്കരമായിട്ട് ഇളക്കം വന്നത്. അപ്പോൾ ചരക്കൊക്കെ എടുത്ത് കടലിലേക്ക് ഇട്ടു. അപ്പോൾ ചരക്കിട്ടിട്ടും ഈ ഒരു കപ്പലിൻ്റെ ഇളക്കം മാറുന്നില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു നറക്കിട്ടിട്ട് ആദ്യം നറക്ക് വരുന്നവരെ കപ്പലിൽ നിന്ന് പുറത്തിടാമെന്ന്. അങ്ങനെ നറക്കിട്ടപ്പോൾ ഫസ്റ്റിൽ പേര് വന്നത് യൂനുസ് നബി, വീണ്ടും പേര് വന്നത് യൂനുസ് നബി. അപ്പോൾ യൂനുസ് നബി അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ആ ഒരു കപ്പലിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടി. അള്ളാഹുവിനെ ധിക്കരിച്ചിട്ട് കടലിലേക്ക് എടുത്തു ചാടിയത് കാരണം യൂനുസ് നബി ഒരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ പെട്ടു. അപ്പോൾ തിമിംഗലത്തിൻ്റെ വയറ്റിൽ പെട്ടപ്പോഴാണ് യൂനുസ് നബീന് മനസ്സിലായത് യൂനുസ് നബി ചെയ്തത് തെറ്റാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ യൂനുസ് നബി ആ ഒരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. അള്ളാഹ്, നീയാണ് വലിയവൻ, എന്നോട് തെറ്റ് ചെയ്തു പോയി, നീ എനിക്ക് പുറത്തു തരണം, നീ എനിക്ക് രക്ഷ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാപമോചനത്തിൻ്റെ ദുആ അള്ളാഹുവിനോട് ദുആ ചെയ്തു. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. അപ്പോൾ ആ ഒരു ദുആ അള്ളാഹു കേൾക്കുകയും ചെയ്തു. അപ്പോൾ യൂനുസ് നബി ഈ ഒരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് ദുആ ചെയ്ത ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്ർ ഒരുപാട് അധികരിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തു, എൻ്റെ തെറ്റ് പുറത്തു തരണേ, എനിക്ക് നീ രക്ഷ തരണേ എന്ന്. അപ്പോൾ ആ ഒരു ദിക്ർ ചൊല്ലിയ കാരണം അള്ളാഹു യൂനുസ് നബിക്ക് ആ ഒരു തിമിംഗലത്തിൻ്റെ വയറ്റിൽ നിന്ന് രക്ഷ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും യൂനുസ് നബി തിമിംഗലത്തിൻ്റെ വയറ്റിൽ പെട്ടപ്പോൾ ചൊല്ലിയ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ഒരു ദിക്റിന് നിങ്ങൾ ഈ ഒരു മാസം മുറുകെ പിടിച്ചോളി. നമുക്ക് എന്ത് രോഗമായിക്കോട്ടെ, എന്ത് പ്രശ്നമായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രയാസമായിക്കോട്ടെ, ദാരിദ്ര്യമായിക്കോട്ടെ, കച്ചവടമില്ലായ്മയായിക്കോട്ടെ, എന്തുമാവട്ടെ, നിങ്ങൾക്ക് കഴിയുന്നത് 113 313 എത്രയാ കഴിയുന്നത് അത്ര നിങ്ങൾ നല്ല ഇഖ്ലാസോട് കൂടി അള്ളാഹുവിനെ ഭാരമേൽപ്പിച്ചിട്ട് ചൊല്ലുക. എന്നിട്ട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക. ഉറപ്പായിട്ടും അള്ളാഹു നിങ്ങളുടെ പ്രയാസം കാണാതിരിക്കില്ല. ഒരു ദിക്ർ ചൊല്ലുക. ഗർഭിണികൾ ധാരാളം അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ്. അമ്മയ്ക്കും കുഞ്ഞിനും നല്ല സുരക്ഷിത കിട്ടാനായിട്ട് അധികരിപ്പിക്കേണ്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നിങ്ങളും അധികരിപ്പിച്ചോളൂ. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും. ഈ ഒരു ദിക്റിന് നിങ്ങൾ പ്രയാസം അനുഭവപ്പെടുമ്പോൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്ത് ചൊല്ലിക്കോളൂ ഇൻഷാ അല്ലാഹ്. അടുത്തൊരു ഇസ്ലാമിക് വീഡിയോയിൽ കാണാം. ഇസ്ലാമിക് ടിപ്സുകൾ അറിയാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.